ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ പട്ടമ്പുറത്തുനിന്നൊരു കുട്ടിയെ വരക്കാം. ആദ്യം തന്നെ നമുക്ക് സ്കെച്ചിടാൻ നിങ്ങളുടെ കയ്യിൽ ഏത് പെൻസിലാണ് ഉള്ളത് ആ പെൻസിൽ നമുക്ക് ഉപയോഗിക്കാം. സാധാരണ 2B പെൻസിലാണ് സ്കെച്ചിടാൻ ഉപയോഗിക്കേണ്ടത്. ഞാൻ സ്കെച്ചിടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഒരു തിരിഞ്ഞ് ചിരിച്ചുകൊണ്ടോടുന്നൊരു കുട്ടിയാണ് വരക്കുന്നത്. ഒരു കാർട്ടൂൺ ഇമേജാണ്. കാർട്ടൂൺ ഇമേജ് ആകുമ്പോൾ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ വരക്കുവാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കൊരു മരവും ചെറിയൊരു കാടും കൊടുക്കാം. അത് ചിത്രത്തെ വളരെ മനോഹരമാക്കും. സ്കെച്ച് ഇട്ടതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ ആകാശത്തിന് നിറം കൊടുക്കാം. ആകാശത്തിന് നീല നിറമാണ് കൊടുക്കുന്നത്. ഞാനിവിടെ വാട്ടർ കളറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ കളർ കൊടുക്കുമ്പോൾ അല്പം ഡാർക്കായിട്ട് കൊടുക്കണം. കാരണം കുറച്ച് കഴിയുമ്പോൾ കളർ മങ്ങും, അപ്പോൾ അത് ലൈറ്റായി മാറും. സ്കൈക്ക് നിറം കൊടുക്കുമ്പോൾ നമ്മൾ കൂടുതലും വെള്ളം യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പാടുകളൊന്നും ഇല്ലാതിരിക്കും. പിന്നെ അടുത്തതായി നമുക്ക് പുല്ലിന് നിറം കൊടുക്കാം. പുല്ലിന് നിറം കൊടുക്കുമ്പോൾ സാധാരണ ഒരു സാപ്പ് ഗ്രീൻ യൂസ് ചെയ്യാം. അല്പം ഡാർക്കായിട്ടുള്ള സാപ്പ് ഗ്രീൻ യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള കാടിന് നിറം കൊടുക്കാം. അതിന് അല്പം കൂടി ഡാർക്കായിട്ടുള്ള ഒരു സാപ്പ് ഗ്രീനായി യൂസ് ചെയ്യുന്നത്. ഡാർക്ക് കൂട്ടുവാൻ വേണ്ടി നമുക്ക് റെഡ് കളർ, അതിൻ്റെ ഓപ്പോസിറ്റ് കളറാണ് റെഡ് കളർ മിക്സ് ചെയ്യാം. കാടിന് നിറം കൊടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്തതായി മരച്ചിലേക്ക് നിറം കൊടുക്കാം. ഡാർക്കായിട്ടുള്ള ഗ്രീനാണ് യൂസ് ചെയ്യുന്നത്. സാപ്പ് ഗ്രീൻ തന്നെയാണ്. ഞാനിവിടെ വാട്ടർ കളറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്രയോണോ സ്കെച്ച് പെനോ ഏത് മീഡിയമാണോ ആ മീഡിയം യൂസ് ചെയ്യാം. അടുത്തായി നമുക്ക് തൊപ്പിക്ക് നിറം കൊടുക്കാം. തൊപ്പിക്ക് റെഡ് കളറാണ് കൊടുക്കുന്നത്. തൊപ്പിക്ക് നിറം കൊടുത്തതിന് ശേഷം നമുക്ക് മുഖത്തിന് നിറം കൊടുക്കാം. മുഖത്തിന് സ്കിൻ കളർ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് യെല്ലോ, റെഡ്, വൈറ്റ് എന്നീ കളർ മിക്സ് ചെയ്താണ്. നിങ്ങളുടെ ക്രയോണിലോ സ്കെച്ച് പെനിലോ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു സ്കിൻ കളർ ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അടുത്തതായി മുടിക്ക് നമുക്ക് ബ്ലാക്ക് കളർ കൊടുക്കാം. അതിനുശേഷം തൊപ്പിക്കും അതോടൊപ്പം തന്നെ പട്ടത്തിനും എല്ലാം മഞ്ഞ കളറാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ബനിയത്തും മഞ്ഞ കളറാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കാം. അതിൽ ബനിയൻ അടിച്ചതിന് ശേഷം നമ്മൾ ഇനി ട്രൗസറിന് നിറം കൊടുക്കുന്നു. ട്രൗസറിന് റെഡ് കളർ കൊടുത്തു. ഇനി ഷൂസിന് മഞ്ഞ കളറാണ് കൊടുക്കുന്നത്. കുട്ടിക്ക് നിറം കൊടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്തതായി മരത്തിന് നിറം കൊടുക്കാം. മരത്തിന് ബ്രൗൺ കളറോ അല്ലെങ്കിൽ ഡാർക്ക് വയലറ്റ് കളറോ നമുക്ക് കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ താഴെയുള്ള ഒരു ചെറിയൊരു കല്ലിന് ഒരു ഡാർക്ക് കളറും കൊടുത്തു. മരത്തിൻ്റെ കളർ അല്പം ലൈറ്റ് ആയതുകൊണ്ട് വീണ്ടും ഒരു തവണയും കൂടി ഞാൻ അതിൽ കളർ ചെയ്തു. നിറം കൊടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് പെന്നോ സ്കെച്ച് പെന്നോ ഉപയോഗിച്ച് ബ്ലാക്ക് ഔട്ടർ ലൈൻ കൊടുക്കാം. ഔട്ടർ ലൈൻ കൊടുക്കുമ്പോൾ ചിത്രം കൂടുതൽ ഫിനിഷിങ്ങിലേക്ക് എത്തും. ഇനി അടുത്തതായി നമുക്ക് ഇതോടൊപ്പം തന്നെ കണ്ണും കൂടി വരക്കണം. കണ്ണ് നമ്മൾ നേരത്തെ വരച്ചിരുന്നില്ല. കണ്ണിന് ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇന്ന് വരച്ച ചിത്രത്തിൽ എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ നിറങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാവുന്നതാണ്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന നിറങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചിത്രം ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ചിത്രങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.